ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണേ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് മാമ്പഴ പുളിശ്ശേരി. മാമ്പഴക്കാലം കഴിയാറായി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ് കഴിക്കുന്നതും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ 3 മാമ്പഴമാണ് എടുത്തത്. അതിലേക്ക് 2 പച്ചമുളക്, അതേപോലെ 1/2 ടീസ്പൂണോളം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂണോളം ശർക്കര പൊടിച്ചത് ചേർക്കുക. ഒരു ആണി ശർക്കരയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കുക. എന്നിട്ട് അല്പം കൂടി വേവിക്കാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയിലേക്ക് മറ്റൊന്നും ചേർക്കണ്ട, ജീരകവും ഉള്ളിയൊന്നും വേണ്ട, ആകെ തൈര് മാത്രം മതി. നല്ലപോലെ അരച്ചെടുക്കണം. ഈ അരച്ച അരപ്പ് നമ്മൾ വെന്ത മാങ്ങയിലേക്ക് ചേർത്ത് ഇളക്കണം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കുറച്ചുകൂടി കളർ നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ നെയ്യിൽ നല്ല വറവും ചെയ്യണം. കടുകും ഉലുവയും വറ്റൽ മുളക് കൂടി ചേർത്ത് നല്ലൊരു വറവും ഇട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചാൽ നല്ല മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇനിയും എന്നെപ്പോലെ ഇതുവരെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാത്തവരും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഒന്ന് കഴിച്ചു നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ.